തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയം ചീറ്റിപ്പോയി. ഇത് ബി ജെ പിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോർപ്പറേഷനിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 34 അംഗങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം. എന്നാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കക്ഷിനില 20 കൗൺസിലർമാരാണ്. എൽ ഡി എഫിൻ്റേത് 29. എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് നിന്നല്ലാതെ ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വളരെ വിദൂര വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും കരുതി കോൺഗ്രസ് കൊണ്ടുവന്ന ചൂണ്ടയിൽ എൽ ഡി എഫ് കൊത്തും എന്നായിരുന്നു. പക്ഷെ അങ്ങനെ യു ഡി എഫ് കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയം എൽ ഡി എഫ് പിന്തുണച്ചാൽ അത് ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് കാരണമാകും. മാത്രമല്ല അത് എൽ ഡി എഫിൻ്റെ ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇനി എൽ ഡി എഫ് ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഒരു അവിശ്വാസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരാൻ കഴിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ യു ഡി എഫ് സഹായിക്കേണ്ടി വരും. അങ്ങനെ യു ഡി എഫും എൽ ഡി എഫും കൂടെ ചേർന്ന് ഒരു അവിശ്വാസം കൊണ്ടുവന്നാൽ അത് കേരള രാഷ്ട്രീയത്തെ വളരെ സ്വാധീനിക്കുന്ന ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു അവിശ്വാസം കൊണ്ടുവന്നാൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം അട്ടിമറിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഇപ്പോൾ 51 അംഗങ്ങളുണ്ട്. അതിൽ ഒരംഗത്തെ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലറെ കാപ്പ ചുമത്തി ജയിലിലടച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കൗൺസിലറുടെ അസാന്നിധ്യം ഉറപ്പുവരുത്തിയാൽ പോലും അവിശ്വാസം പാസ്സാകില്ല. കാരണം അപ്പോഴും ബി ജെ പിക്ക് 50 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. മാത്രമല്ല ഈ സുഗതൻ എന്ന് പറയുന്ന കാപ്പ കേസിലെ പ്രതിയെ നിയമപരമായി തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി കോർപ്പറേഷനിലെ മീറ്റിങ്ങുകളിൽ എത്തിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അതിന് സാധ്യതയുണ്ട്. മാത്രമല്ല ജനാധിപത്യ മര്യാദകളനുസരിച്ച് ഒരുപക്ഷെ കോർപ്പറേഷനിൽ വന്ന് ഒപ്പിടാനും അതിൻ്റെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനും ചിലപ്പോൾ ഈ സുഗതന് അനുവാദവും ലഭിച്ചേക്കാം. ഏത് രീതിയിൽ നോക്കിയാലും ശരി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസം പാസ്സാകാൻ സാധ്യതയില്ല. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സംസ്ഥാന ഭരണം നഷ്ടപ്പെടുന്നതിനേക്കാൾ ആഘാതം പറ്റിയിരിക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണനഷ്ടം. ഏതാണ്ട് 40 വർഷത്തോളം കൈയടക്കി വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ. മാത്രമല്ല എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പല പോഷക സംഘടനകളും പ്രവർത്തിക്കുന്നത് കോർപ്പറേഷൻ്റെ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളിൽ അട്ടിപ്പേറായിട്ടാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വരുമാനം ഓഡിറ്റോറിയങ്ങൾ, ഹാളുകൾ, മാർക്കറ്റ് പ്ലേസുകൾ, അങ്ങനെയുള്ള പല കാര്യത്തിൽ നിന്ന് വലിയ വരുമാനമാണ് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു വലിയ നഷ്ടമാണ്. ഏത് രീതിയിലും ബി ജെ പിയുടെ അധികാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അട്ടിമറിക്കണം എന്നുള്ള ദൃഢനിശ്ചയം എൽ ഡി എഫ് എടുത്തിട്ടുണ്ട്. ഓരോ കൗൺസിലർമാരെയും പഠിച്ച് എങ്ങനെ 2 കൗൺസിലർമാരെ വശത്താക്കാം, അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ അവരുടെ അംഗത്വം നഷ്ടപ്പെടുത്താം എന്നുള്ളതിനെപ്പറ്റി വളരെ സമഗ്രമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നില്ല.